മതിയാകും അല്ലേ ജോദൻ? നമ്മുടെ അനുഗ്രഹാശംസകൾ ഇതിൽ എഴുതുകയും ചെയ്യാം. ഇത് മതിയെന്ന് തോന്നുന്നു. ഒരു വശത്ത് ഞാൻ പടങ്ങൾ വരയ്ക്കാം. അത് കൊള്ളാം ജോവാൻ. എന്നാൽ വേഗം വാ, നമുക്കിത് പെട്ടെന്ന് തീർക്കണം. അതെ ജിം, അമ്മ അടുക്കളയിൽ നിന്നും ഇറങ്ങി വരും മുന്നേ നമുക്കിത് തീർക്കാം. അമ്മ അത്ഭുതപ്പെട്ടു പോകണം. ജിം, ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം മാതൃദിനത്തിൽ നമ്മൾ അമ്മയ്ക്ക് എന്ത് സമ്മാനമാ നൽകിയതെന്ന്? ഞാൻ ഓർക്കുന്നു. നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള പൂക്കൾ കൊണ്ടുള്ള പൂച്ചെണ്ടല്ലേ നമ്മൾ അന്ന് കൊടുത്തത്? അതെ ജിം, ഈ വർഷം ഈ കാർഡ് ആ പൂക്കളേക്കാൾ മനോഹരമാക്കണം. തീർച്ചയായും ജോവാൻ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. വരൂ കുട്ടികളെ, ഭക്ഷണം റെഡി ആയിരിക്കുന്നു. വരൂ. ഓ, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. വാവ്, എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്കമ്മയെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എനിക്കും ഇഷ്ടമാണമ്മേ. നന്ദി കുഞ്ഞുങ്ങളെ. രണ്ടുപേരും വന്ന് ഭക്ഷണം കഴിക്കൂ. വാ ജിം, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം. ഫ്രാൻസിസ് അങ്കിൾ നമ്മളെ കാണാൻ വരും. ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് വരിക. അങ്കിൾ ഫ്രാൻസിസ്, ഏത് വിശുദ്ധന്റെ കഥയാ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്? എനിക്കറിയില്ല. ജിം, എനിക്കൊരാശയം തോന്നുന്നു. ഇന്ന് അങ്കിളിനോട് മേരി മാതാവിന്റെ കഥ പറയാൻ പറഞ്ഞാലോ? ഓ, അത് വളരെ നന്നായിരിക്കും മക്കളെ. ഓ, അങ്കിൾ ഫ്രാൻസിസ് ആണെന്ന് തോന്നുന്നു. ഹായ്, അങ്കിൾ വന്നല്ലോ. ഗുഡ് മോർണിംഗ് അങ്കിൾ ഫ്രാൻസിസ്. ഗുഡ് മോർണിംഗ് ജോവാൻ. എവിടെ ജിം? ജിം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പോൾ തന്നെ വരും. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ ഫ്രാൻസിസ്. ഗുഡ് മോർണിംഗ് അങ്കിൾ, ഇന്ന് മാതൃദിനമല്ലേ, അതുകൊണ്ട് നമുക്ക് മേരി മാതാവിന്റെ കഥ പറഞ്ഞാലോ? ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്? അമ്മയാണോ? പരിശുദ്ധ അമ്മയെ കുറിച്ച് ആദ്യം പറഞ്ഞത് ജോവാനാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അതൊരു നല്ല ആശയമാണെന്ന്. ശരി, എന്നാൽ നമുക്ക് പരിശുദ്ധ മാതാവിനെ കുറിച്ച് തന്നെ ഇന്ന് പറയാം. എല്ലാ അമ്മമാരിലും വലിയവളായ അമ്മയെക്കുറിച്ച്. എല്ലാവരുടെയും അമ്മ. ഫ്രാൻസിസ്, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. നിങ്ങൾ കഥ പറഞ്ഞോളൂ. ഓ, തീർച്ചയായും. പിന്നെ കാണാം. പരിശുദ്ധ മറിയത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ച് ബൈബിളിൽ ഒന്നും തന്നെ പറയുന്നില്ല. ചില അപ്രമാണിക ഗ്രന്ഥങ്ങളെയാണ് അതിന് നമ്മൾ ആശ്രയിക്കുന്നത്. ജോവാക്കീമിന്റെയും അന്നയുടെയും മകളായാണ് മേരി ജനിച്ചത്. അവർക്ക് ഒത്തിരി കാലത്തേക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രത്യേക ദൈവാനുഗ്രഹത്താൽ അവർക്കുണ്ടായ മകളാണ് മേരി. ഒരിക്കൽ അന്ന തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ചെടികൾക്ക് പൂക്കളും കായ്കളും ഉണ്ടാകുന്നു, മൃഗങ്ങൾക്കും പക്ഷികൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ എനിക്ക് മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ജോവാക്കിം മരുഭൂമിയിലേക്ക് തപസ് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ദൈവം അയച്ച മാലാഖ അന്നയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന, ദൈവം നിന്റെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞിനെ ലോകം മുഴുവനും അറിയാനിരിക്കുന്നു. ദൈവം അയച്ച മാലാഖയോ? എന്റെ പ്രാർത്ഥന കേട്ട അങ്ങേക്ക് നന്ദി. തീർച്ചയായും എന്റെ കുഞ്ഞിനെ അങ്ങേക്കായി സമർപ്പിക്കും. അന്ന, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചെത്തി. ആഹാ, നീ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. അതെ പ്രിയനെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിന്റെ മാലാഖ അല്പം മുമ്പ് പ്രത്യക്ഷപ്പെട്ട് നമുക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് അറിയിച്ചതേ ഉള്ളൂ. എന്ത്? ഇത് സത്യമാണോ? സത്യമായും അത്ഭുതകരമായിരിക്കുന്നല്ലേ? നന്ദി ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങേക്ക് നന്ദി. അന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അവൾ അവർക്ക് മേരി എന്ന് പേരിട്ടു. അവൾക്ക് 3 വയസ്സായപ്പോൾ സാധാരണ പോലെ അവളും ദേവാലയത്തിൽ പഠിക്കാൻ പോയി തുടങ്ങി. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ മേരിയുടെ ഒരു ബന്ധുവായിരുന്നു. പേര് സക്കറിയ എന്നായിരുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ സേവിക്കുവാൻ വേണ്ടിയാണ്. ഓ, വളരെ രുചികരമായിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദയയും സ്നേഹമുള്ളവളുമായി മേരി വളർന്നു. ഇത്രയും ദയ കാണിക്കുന്നതിന് മോൾക്ക് നന്ദി. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. സുന്ദരിയായ ഒരു യുവതിയായി മേരി വളർന്നു. അവൾക്ക് 14 വയസ്സായപ്പോൾ മാതാപിതാക്കൾ അവൾക്ക് വിവാഹം ആലോചിക്കുവാൻ തുടങ്ങി. അതായിരുന്നു അന്നത്തെ നാട്ടുനടപ്പ്. മേരി, അവിടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ നിര നീ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവരെന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത്? നിന്നെയും ഇവിടെയുള്ള മറ്റു യുവതികളെയും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു വന്ന് നിൽക്കുന്നവരാണ് അവർ. വിവാഹമോ? അതെ, നിനക്ക് 14 വയസ്സായി. അതാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം. പക്ഷെ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വിവാഹം വേണ്ട. കുഞ്ഞേ, ദൈവത്തിന്റെ ഇഷ്ടം ഇപ്പോൾ നിന്റെ അനുസരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ അവരെയെല്ലാം സൂക്ഷിച്ചു നോക്കുക.
അവരുടെ എല്ലാം കൈകളിലിരിക്കുന്ന വടികൾ നീ കാണുന്നില്ലേ? എനിക്ക് കാണാം, പക്ഷേ അവരെന്തിനാണ് വടികൾ പിടിച്ചിരിക്കുന്നത്? സൂക്ഷിച്ചു നോക്കിക്കോളൂ. നിനക്കുള്ള ഭർത്താവിനെ പരിശുദ്ധാത്മാവ് നിനക്കുടനെ കാണിച്ചു തരും. ജോസഫും ഒരു വധുവിനെ തേടി അവിടെ എത്തിയതായിരുന്നു. ജോസഫ് ജോലി കൊണ്ട് ഒരു ആശാരിയായിരുന്നു. പുരോഹിതൻ ജോസഫിന്റെ നേരെ നോക്കിയപ്പോൾ ജോസഫിന്റെ കയ്യിലിരുന്ന വടിയിൽ പൂക്കൾ വിരിയുന്നത് കണ്ടു. ജോസഫിന്റെ കയ്യിലിരുന്ന വടി ലില്ലിപ്പൂക്കൾ കൊണ്ട് അലങ്കൃതമായി. എന്താണിത്? അപ്പോൾ ഒരു പ്രാവ് പറന്നു വന്ന് ജോസഫിന്റെ വടിയിലിരുന്നു. മേരിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ. പക്ഷേ ഈ കന്യകയെ ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ്? എന്റെ ഭാര്യ മരിച്ചിട്ട് ഒത്തിരി കാലമായി. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ജോസഫ്. ജോസഫ്, എന്തോ? മേരി, നീ എന്തു പറയുന്നു? ഞാൻ ദൈവഹിതം സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തുതി. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്വീകരിച്ചിരിക്കുന്നു. അതിനൊരു ഉടമ്പടി ഉണ്ടാക്കണം. വിവാഹം നമുക്ക് 12 മാസം കഴിഞ്ഞ് നടത്താം. ജോസഫിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം ജോസഫ് കുറച്ചകലെയുള്ള ഒരു പട്ടണത്തിലേക്ക് പോയി. അടുത്ത കുറെ മാസങ്ങളിൽ അവിടെയായിരുന്നു ജോസഫിന്റെ ജോലി. ഒരു ദിവസം മേരി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദൈവമേ, ഞാൻ സ്വപ്നം കാണുകയാണോ? മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. ദൈവമാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. എന്താണ് സന്ദേശം? മേരി, നിനക്കൊരു സദ്വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്കൊരു പുത്രൻ ജനിക്കും. അവൻ മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷകനായിരിക്കും. അവന് നീ യേശു എന്ന് നാമകരണം ചെയ്യണം. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മറ്റൊരു സന്തോഷവാർത്ത കൂടി ഞാൻ നിന്നോട് പറയാം. നിന്റെ അമ്മായി എലിസബത്ത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നീ അറിയുക. ഞാൻ സ്വപ്നം കാണുകയാണോ? എലിസബത്ത് അമ്മായിക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്നോ? അമ്മായി എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം കേട്ടപ്പോൾ മേരി അവരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മേരി എലിസബത്തിനെ കാണാൻ പുറപ്പെട്ടു. ഓ മേരിയോ, എനിക്ക് സന്തോഷമായി മോളെ. അമ്മായി, കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. എന്റെ ജീവിതത്തിലെ ഒരു സന്തോഷ അവസരത്തിലാണ് നീ എന്നെ കാണാൻ വന്നത്. സന്തോഷത്തിന്റെ കാരണം എനിക്കറിയാം അമ്മായി. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് എന്നെ അറിയിച്ചതാണ് ഇക്കാര്യം. മേരിയുടെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ സന്തോഷം കൊണ്ട് ശിശു കുതിച്ചു ചാടി. മേരി, നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മേരി ദൈവപുത്രനായ യേശുവിന് ജന്മം നൽകി. ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഈശോയെ ജോസഫും മറിയവും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു. യേശു വളർന്നു വന്നു. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആരംഭിക്കാൻ സമയമായി. വലിയൊരു വിവാഹ വിരുന്നാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ കീർത്തി ഈ സൽക്കാരത്തോടെ ഇനിയും വർദ്ധിക്കും. ആൾക്കാരെല്ലാം അതിനെക്കുറിച്ച് പറയും. അതെ, നീ പറഞ്ഞത് ശരിയാണ്. സ്വന്തം മുന്തിരിത്തോട്ടത്തിൽ നിന്നുള്ള മേന്മേറിയ വീഞ്ഞാണത്രേ ഇവിടെ വിരുന്നിന് വിളമ്പാൻ പോകുന്നതെന്നാണ് കേട്ടത്. ആ മേരി, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ നിന്നെ ഇവിടെ എല്ലായിടത്തും തിരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങ് എന്തിനാണ് എന്നെ തിരഞ്ഞത്? നിന്നോട് എനിക്കൊരു സഹായം ചോദിക്കാനുണ്ട്. എന്നോടോ? അങ്ങ് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ഇനിയും ഇതിലും വലുത് എനിക്ക് എന്ത് സംഭവിക്കാനാണ്? ഞാൻ ആവശ്യത്തിലധികം വീഞ്ഞ് കരുതിയിരുന്നതാണ്. പക്ഷേ വിരുന്നിന് വന്നവർക്കെല്ലാം വീഞ്ഞ് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ വീഞ്ഞ് തീരാറായിരിക്കുന്നു. അയ്യോ, അതൊരു നാണക്കേടാകുമല്ലോ. ഇനിയും ആൾക്കാർ വരാനുണ്ടോ? പിന്നെ ഇല്ലേ, പകുതി പേരെ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വരാനിരിക്കുന്നതേയുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നീ ഒന്ന് സഹായിക്കൂ മേരി. മറിയം ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് യേശുവിന്റെ സഹായം തേടാൻ തീരുമാനിച്ചു. ഈശോ, യാക്കോബ് പറഞ്ഞത് നീ കേട്ടോ? അവരുടെ വീഞ്ഞ് തീർന്നു പോയി. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. അമ്മേ, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് അറിഞ്ഞുകൂടെ? യാക്കോബ്, യേശു എന്തു പറയുന്നു അതുപോലെ ചെയ്യുക. ദൈവം താങ്കളെ തീർച്ചയായും സഹായിക്കും. വളരെ ഉപകാരം. യേശു ജോലിക്കാരോട് ആ ഭരണികളിൽ എല്ലാം വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ആ വെള്ളമെല്ലാം വീഞ്ഞായി മാറി. വെറും വീഞ്ഞല്ല, ജനങ്ങൾ ആസ്വദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വീഞ്ഞ്. വരൂ, വേഗം
അവരിതാ പഴയതിനേക്കാൾ നല്ല വീഞ്ഞിപ്പോൾ വിളമ്പുന്നു. നമുക്കൊന്ന് രുചിച്ചു നോക്കാം. പോകല്ലേ, ഞാനും വരുന്നു. നിങ്ങൾ കണ്ടില്ലേ, പരിശുദ്ധ മറിയമാണ് വലിയൊരു അപമാനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത്. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരമാണ്. യേശു തന്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ മുതൽ പരിശുദ്ധ മറിയം പലവിധ വേദനകളിൽ കൂടെ കടന്നുപോകേണ്ടി വന്നു. തന്റെ പ്രിയപുത്രനെ കുരിശിൽ തറയ്ക്കുന്നതിനും അവന്റെ മരണത്തിനും അവൾ സാക്ഷ്യം വഹിച്ചു. അമ്മയുടെ കാര്യങ്ങൾ നോക്കുവാൻ യേശു യോഹന്നാനെ ഏൽപ്പിച്ചു. യോഹന്നാന്റെ നേരെ നോക്കി യേശു അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. പിന്നീടുള്ള കാലം മുഴുവൻ പരിശുദ്ധ അമ്മ വിശുദ്ധ യോഹന്നാന്റെ കൂടെയാണ് താമസിച്ചത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെയെല്ലാം പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും ഒരുമിച്ച് നിർത്തിയതും പരിശുദ്ധ മറിയമാണ്. അവനെക്കുറിച്ച് എഴുതേണ്ടതെല്ലാം നിറവേറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മുടെ നാഥൻ കുരിശിൽ മരിച്ചത്. അവൻ ഇന്ന് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പോയി ലോകത്തിന് മുഴുവനും യേശുവിന്റെ സാക്ഷികളാകുക. അവന്റെ സന്ദേശം നിങ്ങൾ എല്ലായിടത്തും എത്തിക്കുക. തീർച്ചയായും. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ അധികം പരാമർശങ്ങളില്ല. പക്ഷേ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്ന സ്വർഗീയ സ്ത്രീ പരിശുദ്ധ മാതാവാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അങ്കിൾ, നമ്മൾ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഗസ്റ്റ് 15 ആഘോഷിക്കുന്നുണ്ടല്ലോ. അത് പാരമ്പര്യമാണ്. പരിശുദ്ധ മാതാവിന്റെ മരണശേഷം അവൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ശിഷ്യന്മാരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവ് എവിടെയാണ് താമസിച്ചിരുന്നതെന്നറിയാമോ? മാതാവ് ജീവിച്ചിരുന്നത് ടർക്കിയിലുള്ള എഫേസൂസ് എന്ന നഗരത്തിലെ ഒരു വീട്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ആ വീട് തിരിച്ചറിഞ്ഞ് അതിനെ കന്യാമറിയത്തിന്റെ ഭവനമെന്ന് നാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. മാതാവ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധ മറിയം ലോകത്തിൽ പല സ്ഥലത്തുമായി അനേകർക്ക് പ്രത്യക്ഷപ്പെടുകയും അവളുടെ മധ്യസ്ഥത കൊണ്ട് ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ മാതാവിനോട് സ്നേഹവും ഒത്തിരി ബഹുമാനവും ഉണ്ട്. ഞങ്ങൾ എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. നല്ല കാര്യമാണ് കുഞ്ഞുങ്ങളെ. സ്വന്തം അമ്മയെ പോലെ പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളെ കാത്തുരക്ഷിക്കും. നന്ദി അങ്കിൾ, ഈ മാതൃദിനത്തിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞു തന്നതിൽ ഒത്തിരി സന്തോഷം. ശരി കുഞ്ഞുങ്ങളെ, പോകാൻ സമയമായി. ബൈ ബൈ. ബൈ അങ്കിൾ. ജോവാൻ, ഇവിടെ നോക്കൂ, ഞാൻ തലകുത്തി മറിയാൻ പോകുന്നു. എന്ത്? തലകുത്തി മറിയാനോ? എന്തിനാണ് നിന്റെ എല്ലൊടിക്കുന്നത്? നീ എന്തിനാണ് ജോവാൻ അങ്ങനെ ചിന്തിക്കുന്നത്? പക്ഷേ ജിം, വേറെ എന്തെങ്കിലും നമുക്ക് കളിച്ചൂടെ? ഹേ ജോവാൻ, ആരാണ് നമ്മുടെ നേരെ വരുന്നത്? ഇത് സാറാൻഡി അല്ലേ? അതെ, സാറാൻഡി തന്നെ. അതെ ജോവാൻ, അത് അവൾ തന്നെയാണ്. നമ്മൾ അവരെ കണ്ടിട്ട് കുറെ നാളായി. ഹലോ ആൻഡി. ആൻഡിയെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹായ് ജോവാൻ ആൻഡ് ജിം, നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ് ആൻഡി. ഞങ്ങൾ തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡി, ഞങ്ങൾ ആൻഡിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്തു പറ്റി ആൻഡി? നിങ്ങളോട് എനിക്ക് വലിയൊരു വിശേഷം പറയാനുണ്ട്. അതെന്താണ് ആൻഡി? കുറച്ചു നേരം കാത്തിരിക്കൂ. നിങ്ങളുടെ അമ്മ ഉള്ളപ്പോൾ വേണം അത് പറയാൻ. ഓ സാറാ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കൊരു വലിയ വിശേഷം പറയാനുണ്ട്. ഓഹോ, എന്താണിത്? ഞാൻ അമ്മയാകാൻ പോകുന്നു. നിനക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഓ എന്റെ ദൈവമേ, ഇത് നല്ല വാർത്തയാണല്ലോ. സാറ ആൻഡി ഒരു അമ്മയാകാൻ പോകുന്നു. എനിക്കെന്റെ കസിന് വേണ്ടി കാത്തിരിക്കാൻ വയ്യ. ഞാൻ വല്ലാത്ത ആവേശത്തിലാണ്. ജിം, നിന്റെ തലകുത്തി മറിയാനുള്ള കഴിവ് കാണിക്കുന്നുണ്ടോ? നിനക്കൊരിക്കലും മനസ്സിലാവില്ല ജോവാൻ. വരൂ സാറാ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ആന്റി, ഫ്രാൻസിസ് അങ്കിൾ ഞങ്ങളോട് ഒരു വിശുദ്ധന്റെ കഥ പറയാൻ വരുന്നുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും കഥകൾ പറയാൻ വരുന്നുണ്ട്. അതിനുശേഷം ആന്റിയുടെ കൂടെ കൂടിയാൽ മതിയോ? കഥ കേട്ടതിനു ശേഷം ഞങ്ങൾ വരാം ആന്റി. സാരമില്ല ജോവാൻ, നിങ്ങൾ പൊയ്ക്കോളൂ. നിന്റെ അമ്മയ്ക്കും എനിക്കും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്കിൾ ഫ്രാൻസിസിന് എത്താൻ സമയമായല്ലോ. ഇത് അങ്കിൾ ഫ്രാൻസിസ് ആയിരിക്കണം.
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ജിം ആൻഡ് ജോവൻ. അങ്കിൾ, ഇന്ന് ഞങ്ങളുടെ കൂടെ സാറ ആന്റിയുമുണ്ട്. ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ആന്റി വന്നത്. ആന്റി ഒരു അമ്മയാകാൻ പോകുന്നു. ഓ, വളരെ നല്ല വാർത്ത. നിങ്ങൾക്കറിയാമോ ഗർഭിണികളായ അമ്മമാരുടെ മധ്യസ്ഥ ആരാണെന്ന്? ഇല്ല ഇല്ല അങ്കിൾ. എന്നാ ഞാൻ ഗർഭിണികളായ അമ്മമാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥയുടെ കഥ പറയാം. ഇതാരാണങ്കിൾ? ഇതാണ് എലിസബത്ത്, സ്നാപക യോഹന്നാന്റെ അമ്മ. ഇന്ന് ഞാൻ എലിസബത്തിന്റെ കഥ പറയാം. എന്നാൽ നമുക്ക് തുടങ്ങാം. ഹീബ്രു ഭാഷയിൽ എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കുന്നവൾ എന്നാണ്. അവളുടെ ഭർത്താവിന്റെ പേര് സക്കറിയ എന്നായിരുന്നു. സക്കറിയ ദൈവത്തിന്റെ ആലയത്തിലെ ഒരു പുരോഹിതനായിരുന്നു. ഒരു ദിവസം സക്കറിയെ കണ്ടോ? എനിക്ക് അവനോട് സഹതാപം തോന്നുന്നു. എന്തിനാണ് അയാളോട് സഹതാപം തോന്നുന്നത്? അദ്ദേഹം നല്ലൊരു പുരോഹിതനാണല്ലോ. നിനക്കറിയില്ലേ, അയാൾ വലിയ നിരാശയിലാണെന്ന്. അദ്ദേഹത്തിന് കുട്ടികളില്ല. ഓ, എനിക്കതറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നല്ല പ്രായമായി, അങ്ങനെയല്ലേ? ഒരു 80 വയസ്സെങ്കിലും ഉണ്ടാകണം. അദ്ദേഹവും ഭാര്യ എലിസബത്തും നീതിമാന്മാരും ദൈവഭയമുള്ളവരുമാണ്. നോക്കൂ, ഇന്ന് അദ്ദേഹമാണ് ദൈവത്തിന് കാഴ്ചയർപ്പിക്കേണ്ടത്. നമ്മുടെ ആചാരമനുസരിച്ച് അദ്ദേഹമാണ് സുഗന്ധദ്രവ്യം ധൂപിക്കേണ്ടത്. എന്താണ് ഈ തീവ്രപ്രകാശം? ഭയപ്പെടേണ്ട സക്കറിയ, ഞാൻ ഗബ്രിയേൽ മാലാഖയാകുന്നു. നിന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടിരിക്കുന്നു. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ശാന്തനായിരിക്കൂ സക്കറിയ. നിന്റെ ഭാര്യ എലിസബത്തിന് ഒരു പുത്രനുണ്ടാകും. അവൻ കർത്താവിന് മുൻപിൽ വലിയവനായിരിക്കും. എന്ത്? ഇതെനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എനിക്ക് പ്രായമായിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ഭാര്യയ്ക്കും. ഈ സദ്വാർത്ത നിന്നോട് പറയുന്നതിനു വേണ്ടി ഞാൻ അയക്കപ്പെട്ടവനാണ്. പക്ഷെ നീ വിശ്വസിക്കാത്തതുകൊണ്ട് നിന്റെ മകന്റെ ജനനം വരെ നീ ഊമയായിരിക്കും. മാലാഖ അപ്രത്യക്ഷമായതോടെ സക്കറിയായുടെ സംസാരശേഷി നഷ്ടപ്പെടുകയും പിന്നീട് സംസാരിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. എന്താണ് നീ പറയുന്നത്? ദൈവം നിന്റെ സമർപ്പണം സ്വീകരിച്ചോ? പ്രിയനെ, എന്താണ് ഇത്രയും വൈകിയത്? ദൈവം അങ്ങയുടെ സമർപ്പണം സ്വീകരിച്ചോ? ഇതെന്തു പറ്റി? എന്തെങ്കിലും ദർശനമുണ്ടായോ? സക്കറിയ സംഭവിച്ചതെല്ലാം ആംഗ്യത്തിൽ വിവരിച്ചു. കുറച്ചു ദിവസത്തിനുള്ളിൽ എലിസബത്ത് മാലാഖ പറഞ്ഞതുപോലെ ഗർഭവതിയായി. ഓ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾക്കുണ്ടായ എല്ലാ നാണക്കേടും അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ മേരിക്കും പ്രത്യക്ഷപ്പെട്ടു. മംഗളവാർത്തയ്ക്ക് ശേഷം മാലാഖ നിർദ്ദേശിച്ചതുപോലെ മേരി എലിസബത്തിന്റെ അടുത്തേക്ക് യാത്രയായി. ഓ മേരി, നീ ഇത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാനായി വന്നോ? അതെ ആന്റി, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എലിസബത്ത് ഈ അഭിവാദ്യം കേട്ടപ്പോൾ തന്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും കുതിച്ചു ചാടുകയും ചെയ്തു. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളും നിന്റെ ഉദരബലം അനുഗ്രഹിക്കപ്പെട്ടവനുമാകുന്നു. എന്നാൽ അങ്കിൾ, എനിക്കൊരു സംശയം. മേരിയും ഗർഭിണിയാണെന്ന് എലിസബത്ത് എങ്ങനെ അറിഞ്ഞു? ഓ, ഇത് വളരെ നല്ല ചോദ്യമായിരിക്കുന്നു ജിം. പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുകയും മേരിയെക്കുറിച്ചുള്ള ഈ വലിയ സ്തോത്രഗീതം എലിസബത്ത് ആലപിക്കുകയും ചെയ്തു. അങ്കിൾ, ജപമാലയിലെ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ഭാഗമല്ലേ ഇത്? ശരിയാണ് ജോവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മേരിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്തോത്രഗീതമാണെന്ന്. ശരി അങ്കിൾ, നമുക്ക് കഥ തുടരാം. ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീതയാകുന്നു. മേരി പരിശുദ്ധാത്മാവിനാൽ നിറയുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മേരി എലിസബത്തിന്റെ കൂടെ 3 മാസം താമസിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഓ, ദൈവം വളരെ കരുണയുള്ളവനാണ്. എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, തീർച്ചയായും അവൾ അത് അർഹിക്കുന്നു.
ഇത്രയും കാലം സുഹൃതം നിറഞ്ഞ ജീവിതമായിരുന്നു അവൾ നയിച്ചത്. ദൈവം അവൾക്ക് അതിന് പ്രതിഫലവും നൽകി. പക്ഷേ സക്കറിയ ഇപ്പോഴും ഊമയല്ലേ? സക്കറിയ ദേവാലയത്തിൽ പ്രാർത്ഥന സമർപ്പിച്ച ആ ദിവസം മുതൽ അവൻ സംസാരിച്ചിട്ടില്ല. അതെ, അവൻ ഇപ്പോഴും സംസാരിക്കുന്നില്ല. ദൈവം നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ സംസാരിച്ചേക്കും. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് 8-ാം ദിവസം സക്കറിയായും എലിസബത്തും പരിച്ഛേദനത്തിനായി ശിശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ ബന്ധുക്കളിൽ ആർക്കും യോഹന്നാൻ എന്ന പേരില്ലല്ലോ. സക്കറിയ, എന്ത് പേരാണ് നിങ്ങളുടെ ശിശുവിന് കൊടുക്കേണ്ടത്? അവന്റെ അപ്പന്റെ പേരല്ലേ കൊടുക്കേണ്ടത്? പിന്നെ എന്തുകൊണ്ടാണ് നീ വേണ്ടെന്ന് പറയുന്നത്? അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾക്കാർക്കും യോഹന്നാൻ എന്ന പേരില്ലല്ലോ. സക്കറിയ, എന്ത് പേരാണ് നിന്റെ ശിശുവിന് ഇടേണ്ടത്? പേരെഴുതുന്നതിന് വേണ്ടി സക്കറിയ ഒരു എഴുത്തുപലക ചോദിച്ചു. അവർ ഒരു എഴുത്തുപലക അവന് കൊടുത്തു. അതിൽ അവൻ യോഹന്നാൻ എന്ന് എഴുതി. അവൻ പേരെഴുതി കഴിഞ്ഞ ഉടൻ തന്നെ അവന് സംസാരശേഷി തിരിച്ചു കിട്ടി. ഇത് ഒരു അത്ഭുതമായിരുന്നു. എനിക്ക് എലിസബത്ത്, എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയും. എന്തൊരത്ഭുതം! സക്കറിയായ്ക്ക് സംസാരിക്കാൻ കഴിയുന്നു. തീർച്ചയായും അത്ഭുതം തന്നെ. എന്റെ സംസാരശേഷി എനിക്ക് തിരിച്ചു നൽകിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സംശയിച്ചതിന് എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. അങ്ങയുടെ പ്രവൃത്തികൾ മനോഹരമായിരുന്നു. സക്കറിയ ഉടൻ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പ്രവചിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നീ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ വേണ്ടി നീ അവിടുത്തെ മുൻപേ പോകും. ഈശോയുടെ ജനനത്തിന് ശേഷം യഹൂദരുടെ രാജാവ് ബെത്ലഹേമിൽ പിറന്നുവെന്ന് ഹേരോദ് രാജാവ് കേട്ടു. ആ ശിശുവിനെ കണ്ടുപിടിച്ച് കൊല്ലുവാൻ ഭടന്മാരെ അയച്ചു. നോക്കൂ, അവരെന്റെ കുഞ്ഞിനെ കൊന്നു. ഞാൻ എങ്ങനെ സഹിക്കും? ഓ, എങ്ങനെയാണ് രാജാവിന് കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത്? ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കൂ. രാജാവിന്റെ കൽപ്പനയെ വെല്ലുവിളിക്കാൻ നീ ധൈര്യപ്പെടുന്നോ? ഞാൻ ഈ വാളെടുത്താൽ നീ മരിച്ചിരിക്കും. പറയൂ, ഞങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഞങ്ങളോട് എന്തിനീ ക്രൂരത കാണിക്കുന്നു? ആ ശിശു എവിടെയാണെന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. ആ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ സക്കറിയ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയി യോഹന്നാനെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. എലിസബത്ത്, നീ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടണം. ഹെറോദിന്റെ ആൾക്കാർ ഇവിടെ എത്തിയാൽ അവർ നമ്മുടെ കുഞ്ഞിനെ കൊന്നുകളയും. പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞിനെ ഞാൻ എവിടെ ഒളിപ്പിക്കും? ഭടന്മാർ ഇവിടെ എല്ലായിടത്തും കറങ്ങി നടക്കുന്നു. കണ്ടുപിടിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവർ കൊല്ലുകയാണ്. വിഷമിക്കേണ്ട, പുറമേ കറങ്ങി നടക്കുന്ന ഭടന്മാരെ ഞാൻ നിരീക്ഷിച്ചു കൊള്ളാം. അവരടുത്തില്ലാതെ വരുമ്പോൾ നീ കുഞ്ഞിനെയും എടുത്ത് ഹെബ്രോൺ മലയിലേക്ക് ഓടണം. എത്രയും വേഗം ഓടാമോ അത്രയും വേഗം നീ ഓടണം. പക്ഷേ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ഈ മല കയറും? എനിക്കതിന് സാധിക്കുമോ? ധൈര്യമായിരിക്കൂ പ്രിയേ. യോഹന്നാൻ മിശിഹായ്ക്ക് മുമ്പേ പോകേണ്ടവനാണ്. ദൈവത്തിന് നമ്മുടെ കുഞ്ഞിനെപ്പറ്റി കൃത്യമായൊരു പദ്ധതിയുണ്ട്. ഹേ എലിസബത്ത്, ഭടന്മാരൊന്നും തന്നെ ഇവിടെയില്ല. നീ മലയിലേക്ക് ഇപ്പോൾ തന്നെ പോയിക്കൊള്ളുക. അപ്പോൾ അങ്ങ് വരുന്നില്ലേ? ഇല്ല, നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ദേവാലയത്തിലിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എലിസബത്ത് ഹെബ്രോൺ മലയിലേക്ക് അവൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഓടി. പക്ഷേ ഉടൻ തന്നെ അവർ അവളെ കാണുകയും പിന്തുടരുകയും ചെയ്തു. ഓ എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ രക്തത്തിനു വേണ്ടി ആ ദുഷ്ട മനുഷ്യർ കൊതിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അങ്ങ് എന്നെ സഹായിക്കൂ. ഹേ സ്ത്രീയെ, നീ അവിടെ നിൽക്കൂ. നീ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കൊല്ലും. സർവശക്തനായ ദൈവമേ, ഇവരിൽ നിന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാൻ ഒരു സ്ഥലവും കാണുന്നില്ലല്ലോ ദൈവമേ. ഇതിനിടയിൽ ഭടന്മാർ എലിസബത്തിന്റെയും കുഞ്ഞിന്റെയും അടുത്ത് ഏകദേശം എത്തിക്കഴിഞ്ഞിരുന്നു. വിഡ്ഢിയായ വയസ്സി, ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ വിചാരിച്ചോ? നിന്റെ അനുസരണക്കേടിന് നിന്നെ ഞങ്ങൾ ശിക്ഷിക്കാൻ പോവുകയാണ്. ഭടൻ ഉറയിൽ നിന്നും വാൾ ഊരിയെടുത്ത നിമിഷം തന്നെ മലകൾ തുറക്കപ്പെടുകയും എലിസബത്തും കുഞ്ഞും അവിടെ മറയുകയും ചെയ്തു. ദൈവത്തിന്റെ ഒരു മാലാഖ ഭടന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ കുഞ്ഞിന്റെയും അമ്മയുടെയും അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അവൻ ദൈവപുത്രനായ ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നെ രക്ഷിക്കൂ. ഇതിനിടയിൽ സക്കറിയ അൾത്താരയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഭടന്മാർ കണ്ടു. സക്കറിയ, നീ ഒറ്റുകാരനാകുന്നു. നിന്റെ ഭാര്യയും കുഞ്ഞും രക്ഷപ്പെടാൻ നീ സഹായിച്ചു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് നിനക്ക് ഞങ്ങളെ പറ്റിക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഇതിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. എന്റെ കർത്താവായ ദൈവമേ,
എന്നെ അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഭടന്മാർ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് സക്കറിയായെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം എലിസബത്തും മരിച്ചു. അവർ രണ്ടുപേരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതിയുള്ളവരും ദൈവകൽപ്പനയിൽ നടന്നവരും കറയില്ലാത്ത ജീവിതം നയിച്ചവരുമായിരുന്നു. അങ്കിൾ, ജോവാനെയും എന്നെയും എപ്പോഴും ആകാംക്ഷയിൽ നിർത്തിയിരുന്ന കഥയായിരുന്നു ഇത്. അതെ ജിം, ഈ കഥയിൽ മുഴുവൻ അത്ഭുതങ്ങളാണ്. അങ്കിൾ, എന്നാണ് വിശുദ്ധ എലിസബത്തിന്റെ തിരുനാൾ? നവംബർ 5-ാം തീയതിയാണ് വിശുദ്ധ എലിസബത്തിന്റെയും സക്കറിയായുടെയും തിരുനാൾ. വളരെ നന്ദി അങ്കിൾ ഈ കഥ പറഞ്ഞു തന്നതിന്. ഈ കഥ ഞങ്ങൾ സാർ ആന്റിക്കും പറഞ്ഞു കൊടുക്കും. ഇന്നിത് മതി, ഞാൻ പോട്ടെ. നിങ്ങളുടെ ആന്റിയോട് അന്വേഷണം പറയണം. ഗുഡ് ബൈ അങ്കിൾ. ബൈ.